എന്നിട്ട് എന്നെ നേരെ SP ഓഫീസിൽ കൊണ്ടുപോയി കുട്ടാരക്കര്. അവിടെ കൊണ്ടുപോയിട്ട് ഇന്ന് കഴിഞ്ഞ് പിറ്റേന്ന് എന്നെ അവിടെ അകത്ത് റൂമിൽ കൊണ്ടുപോയി ഡെസ്ക് എടുത്തിട്ടിട്ട് മുകളിലെ കമ്പി കൂടെ കയറിട്ട് താഴെ ഈ ബാക്കി വിലങ്ങ് വെച്ച് കാലിൽ വിലങ്ങ് വെച്ചിട്ട് 2 വിരളയിൽ ഓരോ മണിക്കൂർ നിർത്തുമായിരുന്നു. 3 ദിവസം നിർത്തി. എന്നിട്ട് ലാത്തിക്ക് അടിയും ഇടിയായിരുന്നു അവരെ സ്ക്വാഡുകാരൻ. പിന്നെ ഈസ്റ്റ് പോലീസ് ശേഷം മാറ്റിമറിച്ചൊരു ട്രയലും കൂടിയായിരുന്നു. ഇന്നിപ്പം ഗിരീഷിന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഗിരീഷിന് നഷ്ടപ്പെട്ട 10 വർഷം പോലെ തന്നെയാണ് എനിക്ക് എൻ്റെ കരിയർ തിരിച്ചു കിട്ടിയ കണക്ക് തന്നെയാണ്. കാരണം ഇത് 2013 കൊല്ലം മുളവന സ്വദേശിനിയായ ആലീസ് എന്ന 56 വയസ്സുകാരിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു കൊലപ്പെടുത്തി എന്ന കുറ്റം ആരോപിച്ചായിരുന്നു നിങ്ങൾ ഈ ദൃശ്യത്തിൽ കാണുന്ന ഗിരീഷ് എന്ന ഈ മനുഷ്യനെ പോലീസ് അന്ന് പിടികൂടി ജയിലിലടച്ചത്. നീണ്ട 10 വർഷങ്ങൾക്ക് ശേഷം ഇദ്ദേഹം ഇന്ന് നിരപരാധി ആണ് എന്ന് കോടതി കണ്ടെത്തുകയും ഇദ്ദേഹത്തെ വെറുതെ വിടുകയും ചെയ്യുകയായിരുന്നു. എന്നാൽ തനിക്ക് നഷ്ടമായത് 10 വർഷമാണ്. ചെയ്യാത്ത കുറ്റത്തിനായിരുന്നു തന്നെ ഇത്രയും കാലം ജയിലിലടച്ചത് എന്നാണ് ഈ ഒരു മനുഷ്യൻ ഇപ്പോൾ നമ്മോട് പറയുന്നത്. അത് എന്നെ മനഃപൂർവ്വം കുണ്ട്ര പോലീസുകാർ മനഃപൂർവ്വം കൊലക്കേസ് പ്രതിയാക്കിയതാണ് ഈ കേസ്. ഞാൻ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് അവരെന്നെ ഇടിച്ച് കുറ്റം സമ്മതിപ്പിക്കുക. 3 ദിവസം കെട്ടിത്തൂക്കി ഇട്ടവര്. അത് ഗോകുമാർ CA ഉണ്ട് ഈസ്റ്റ് ഇരുന്ന്. അന്ന് കുണ്ട്ര CA ഉണ്ട്, കല്ലട SI ഉണ്ട്, പിന്നെ കൊല്ലത്ത് കുറെ സ്ക്വാഡുകാരുണ്ട്, പിന്നെ ബാബുകുമാർ എന്ന് പറയുന്ന ആശ്രമത്തുള്ളവർ സ്ക്വാഡിലുള്ള ഒരാളുണ്ട്. എൻ്റെ കൈയൊക്കെ അടിച്ചു പിടിച്ച് കൈയൊക്കെ തിരിഞ്ഞിരുന്നേ. ഞാൻ 12 ദിവസം മെഡിക്കൽ കോളേജ് ചികിത്സയിലൊക്കെ ആയിരുന്നു. കൈ കീറിയാണ് പഴുപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് മെഡിക്കൽ കോളേജ് 12 ദിവസം ഞാൻ പിന്നെ 2013 ജൂലൈ 20 തിരുവനന്തപുരം സെൻട്രലിലോട്ട് മാറ്റി. എന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു 10-12 ദിവസം കസ്റ്റഡി എടുത്ത് കഴിഞ്ഞാൽ കോടതി ഉപദ്രവിക്കില്ലെന്നാണ് കസ്റ്റഡി പ്രതി പറഞ്ഞിരിക്കുന്നത്. ഈ 12 ദിവസം എന്നെ ഉറക്കാതെ ഉപദ്രവിച്ചതാണ്. കുണ്ട്ര പോലീസ് സ്റ്റേഷനാണ്. നിർത്തിയാണ് ഉറക്കിയത്. സെല്ലി നിർത്തി കാലും കയ്യിലും വിലം കിട്ടാണ് എന്നെ നിർത്തിയത്. 12 ദിവസം വരാനാണ്. ആ പഴയ സ്റ്റേഷനകത്ത് കൊണ്ടുപോയി ഇഷ്ടം പോലെ ഉപദ്രവിച്ചു. അപ്പൊ എനിക്ക് നടുവേദനയുണ്ട്. ഞാൻ കമ്പ്യൂട്ടർ മനുഷ്യനാണ് ഞാൻ ജയിലിലോട്ട് കയറി ചെന്നത്. എൻ്റെ അവസ്ഥ അതായിരുന്നു. നടക്കാൻ പോലും പറ്റാതെ 2 പോലീസുകാർ പിടിച്ചോണ്ടാണ് എന്നെ ആക്കിയതാണ്. പിടിച്ചോണ്ട് പോകണം. കുണ്ട്ര ബാറിനകത്തുനിന്ന് 2013 പിടിച്ചോണ്ട് പോയ അന്ന് എന്നെ അവിടെ കൊണ്ടിരുന്നത് 2 ദിവസം ഒന്നും ചോദിച്ചില്ല. 3ാമത്തെ ദിവസം ജീപ്പിലൊന്ന് കറക്കി. 4ൻ്റെ അന്ന് ഈ മനോജ് എന്ന് പറഞ്ഞ SI കുറെ സ്ക്വാഡുകാരും കൂടെ ജീപ്പിൽ അവിടെ ഇവിടെയൊക്കെ തിരിഞ്ഞിട്ട് ഇങ്ങേരെ എന്നെയും കൊണ്ട് ഒരു കറക്കം ഇറങ്ങിയിട്ട് എൻ്റെ അടുത്ത് മനോജ് പറഞ്ഞു, SI പറഞ്ഞു, നീ തന്നെ പ്രതി, നീ പെട്ട് എന്ന് പറഞ്ഞു. ഞാൻ സാറേ ഞാൻ ചെയ്തിട്ടില്ല സാറേ, എനിക്ക് ഒരാളെ കൊല്ലാൻ പറ്റത്തില്ല. അപ്പോൾ അവർ പറഞ്ഞു കോഴി അറക്കുന്ന ലാഭത്തോട് വേണ്ടി ചെയ്തെന്നാണ്. അന്ന് എനിക്ക് കോഴിക്കടയിലാണ് പണി. എനിക്ക് കോഴിക്കട ഹോട്ടലിൽ പണിക്ക് ഞാൻ പോകും. അങ്ങനെ CA അത് SI അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഇങ്ങനെ ഫോൺ എടുത്തിട്ട് മറ്റുള്ള സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞ് പ്രതിയെ കിട്ടിയെന്ന് പറഞ്ഞു. ജീപ്പ് ഇരുന്നുകൊണ്ട് എന്നെ അങ്ങനെ വിളിച്ച് പറഞ്ഞ് പ്രതിയെ കിട്ടിയെന്ന്. എന്നിട്ട് എന്നെ നേരെ SP ഓഫീസിൽ കൊണ്ടുപോയി കുട്ടാരക്കര്. അവിടെ കൊണ്ടുപോയിട്ട് ഇന്ന് കഴിഞ്ഞ് പിറ്റേന്ന് എന്നെ അവിടെ അകത്ത് റൂമിൽ കൊണ്ടുപോയി ഡെസ്ക് എടുത്തിട്ടിട്ട് മുകളിലെ കമ്പി കൂടെ കയറിട്ട് താഴെ ഈ ബാക്കി വിലങ്ങ് വെച്ച് കാലിൽ വിലങ്ങ് വെച്ചിട്ട് 2 വിരളയിൽ ഓരോ മണിക്കൂർ നിർത്തുമായിരുന്നു. 3 ദിവസം നിർത്തി. എന്നിട്ട് ലാത്തിക്ക് അടിയും ഇടിയായിരുന്നു അവരെ സ്ക്വാഡുകാരൻ. പിന്നെ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഗോകുമാർ CA എന്നെ ബെഞ്ചിൽ കിടത്തിയിട്ട് കായലും വിലങ്ങ് വെച്ച് കേബിൾ ചിറ്റുന്ന കേബിൾ വെച്ച് കാലിന്റെ വെള്ളയിലൊക്കെ അടിച്ച് കാലിന്റെ വെള്ളയൊക്കെ പൊട്ടിയതാണ്. എന്നിട്ട് ഡെയിലി രാത്രി കുണ്ട്ര സ്റ്റേഷനിൽ വന്ന് ഗോകുമാർ വന്നിട്ട് എന്നെ ഉറക്കാതെ ഇരിക്കുകയും അങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്യുക. അത് ഈ മനോജ് SI ഉണ്ട്, ഈ സ്ക്വാഡുകാരെല്ലാം ഉണ്ട്. കൊല്ലം സ്റ്റേഷനിലെ സ്ക്വാഡുകാരും കുണ്ട്ര സ്റ്റേഷനിലെ സ്ക്വാഡുകാരും. പിന്നെ ശുക്കൂർ SI ഉണ്ട്. ഞാൻ പറഞ്ഞാണ് ഞാൻ ചെയ്തില്ല ഇതിലാന്ന് പറഞ്ഞപ്പോ നീ എന്ത് ചെയ്തില്ലെങ്കിൽ നീ തന്നെ പ്രതി എന്നാണ് അവർ എൻ്റെ അടുത്ത് പറഞ്ഞത്. എന്റെ പിന്നിൽ പ്രവർത്തിക്കാൻ ആളില്ലാതെ അന്ന് എന്നെ ഈ കേസിൽ പിടിച്ചപ്പോ എന്റെ വീട്ടിൽ നിന്നോ അല്ലെ എന്നെ പിന്നിൽ നിന്ന് സഹായിക്കാൻ ആളുണ്ടായിരുന്നെങ്കിൽ എന്നെ ഈ കേസ് ഒരു തലയിൽ പിറ്റ് ചെയ്യത്തില്ല. സംഭവിച്ചു. എനിക്ക് ഈ 10 കൊല്ലത്തിന്റെ ഇടയ്ക്ക് നഷ്ടം വന്ന എൻ്റെ അമ്മ മരിച്ചു, എൻ്റെ ചേട്ടൻ മരിച്ചു, എൻ്റെ ചേട്ടത്തി മരിച്ചു, ചേട്ടത്തിയുടെ കൊച്ചു മരിച്ചു, ചേട്ടൻ്റെ. ഇവരാരും ഈ വീട്ടിൽ ചെന്നിട്ട് പോലീസുകാർ പറഞ്ഞു ഞാൻ ബലാത്സംഗം ചെയ്ത് കൊന്നെന്നാണ് പറഞ്ഞു. എൻ്റെ ചേട്ടന്റെ വീട്ടിലും എൻ്റെ വീട്ടിലും എൻ്റെ അമ്മയിലും പെങ്ങളെയൊക്കെ മുമ്പ്. അതോടുകൂടി അവരെൻ്റെ അടുത്ത് പിണങ്ങിപ്പോയി. എനിക്ക് അവരാ മരണത്തിന് അതിന് ശേഷം അവരെന്നെ കാണാനും എനിക്ക് മരണത്തിന് പോയി അവരെ ബോഡി കാണാനും എന്നെ സമ്മതിച്ചു. കൊറോണ ആയതുകൊണ്ടായിരിക്കാം എന്നെ കൊണ്ടുപോയില്ല. ഈ ഇടയ്ക്കാണ് ഞാൻ അറിയുന്നത്. അപ്പൊ അറിഞ്ഞിട്ട് ഒരു 4-5 മാസമേ അവർ മരിച്ചതായിട്ട് ഞാൻ അറിഞ്ഞു. ഇപ്പൊ അതില് ഈ മരിച്ചുപോയ ആലീസ് എന്ന് പറഞ്ഞ ആന്റി അറിയായിരുന്നു? ഇല്ല. അത് മരണ വാർത്തയൊക്കെ ഉണ്ടായിരുന്നു, പത്രത്തിൽ കണ്ടു.
ഇപ്പോ പോലീസുകാർ ഇങ്ങനെ ഏത് രീതിയിലാണ് തെളിവെടുപ്പിനെ കൊണ്ടുപോയപ്പോ അവരെ തെളിവെടുപ്പിന് കൊണ്ടുപോയപ്പോൾ അവിടെ മൊത്തം ആളായിരുന്നു. പക്ഷെ ഒരു 2 ഇരുവണ്ടി ഞങ്ങൾ അവിടെ ആൾക്കാരെല്ലാം രോഷരായിട്ട് എന്നെ ഒന്ന് യവനെ അതുപോലെ അറക്കണമെന്നും പറയുന്ന അവിടെയുള്ള പെണ്ണുങ്ങളെല്ലാം. അപ്പൊ എനിക്കൊന്നും നാട്ടുകാരെ അടിക്കുകയൊക്കെ ചെയ്യും. അതിന്റെ ഇടയ്ക്ക് ഇതൊക്കെ ഇടിയൊക്കെ കിട്ടി പോലീസുകാർ അടിക്കുക. എന്നിട്ട് എല്ലാം കൊണ്ടുപോയി അവരാ വീട്ടിലെ കൊണ്ടുവന്നിട്ട് അവർ എന്നെ കാണിച്ചു തരുന്നു. നീ ഇവിടെ അല്ലേ കത്തി വെച്ചത്, ഈ കഥകല്ലേ തുറന്നു പോയത്, ഈ ബാത്റൂമല്ലേ നീ ഒളിച്ചിരുന്നത്, ഈ മതിൽ ചാടിയല്ലേ പോയി. നമ്മൾ സാറില്ല. പിന്നെ അവര് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് സാരി, പെർഫ്യൂം, അവരെ സ്വർണവും പോയെന്ന് പറഞ്ഞു. ഞാൻ സാരൊന്നും എൻ്റെ ഇല്ല, എൻ്റെ നിങ്ങളൊന്നും എടുത്തില്ലല്ലോ, എൻ്റെ ഒന്നും ഇല്ല, എനിക്ക് അറിയത്തില്ല ഈ കേസ്, ഞാൻ ചെയ്തിട്ടില്ല. ഈ വീട് എന്ന അമ്മ ഞാൻ കാണുന്നതെന്ന് പറഞ്ഞു. അവരെ വീട്ടിൽ രാത്രി കൊണ്ടുവന്നത് ഇതല്ലേ വീട്, നീ ഫ്രണ്ട് കയറ്റി മതിൽ ചാടിയാണ് പോയതെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവര് പറയുന്നുണ്ട് ഫ്രണ്ട് മതിൽ ചാടി പോവാൻ ഇത് തൊട്ട് വീടിന്റെ വീട്ടിൽ 3:30 മണിക്ക് ആള് സ്കൂൾ ബസ് വരുമ്പോൾ പിള്ളേരെ വിളിക്കാൻ നിൽക്കും. 3:30 മണിക്ക് മതിൽ ചാടി പോയി ചെയ്തെന്നാണ് പോലീസ് അറിഞ്ഞ സ്റ്റേഷനിൽ പറഞ്ഞു. നമസ്കാരം. ഈ കേസിൽ ഞാൻ ആദ്യമായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ കൊല്ലം നിയമ സേവന അതോറിറ്റിയിലെ ഒരു അപേക്ഷ വന്നിരുന്നു. ഒരു പ്രതിക്ക് സ്വന്തമായി കേസ് നടത്താനായിട്ട് പണമോ സ്വാധീനമോ ഒന്നും ഇല്ലാതെ തന്നെ അദ്ദേഹത്തിന് വേണ്ടി ഒരു കേസ് നടത്തണമെന്നും, അങ്ങനെ കൊല്ലം ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഓർഡർ പ്രകാരമാണ് ഞാൻ ഈ കേസിലേക്ക് ആദ്യമായിട്ട് വരുന്നത്. അങ്ങനെയാണ് ഞാൻ ഗിരീഷിൻ്റെ അടുത്ത് വരികയും നേരിട്ട് ഗിരീഷിനെ കോടതിയിൽ ഹാജരാക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളെല്ലാം ചോദിക്കാം. ഗിരീഷ് അന്ന് മുതലേ പറയുന്ന ഒരു കാര്യമുള്ളൂ, സർ ഞാൻ ഇതുവരെ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്നുള്ളത്. അപ്പം തുടക്കത്തിൽ എൻ്റെ ഒരു അനുഭവത്തിലും കാര്യത്തിലും ഒക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ കൂടുതലും പ്രതികൾ ആദ്യം ആര് തന്നെ ആയാലും ശരി വരുമ്പോൾ കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ്, അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് എല്ലാവരും പറയുന്നത്. പിന്നീട് ഇതിന്റെ കേസിന്റെ റെക്കോർഡുകളും മറ്റും അപേക്ഷ കൊടുത്ത് എടുത്തതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ നോക്കി വരുമ്പോഴാണ് ഈ ചെയിൻ ഓഫ് സർക്കംസ്റ്റൻസ് അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു കാര്യങ്ങൾ ഏതെങ്കിലും ഒരു പ്രതി ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇത് കൃത്യമായിട്ട് തന്നെ അന്വേഷണ ഏജൻസിക്ക് അത് കണ്ടെത്താനും അതിനുള്ള തെളിവുകൾ അതിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യും. പക്ഷെ ഇതിനകത്ത് തുടക്കം മുതൽ തന്നെ അത് മിസ്സിംഗ് ആണ്. പല എവിഡൻസും ഒന്നിനല്ലെങ്കിൽ ഒന്ന് ക്രിയേറ്റഡ് ആവാതെ അല്ലെങ്കിൽ ജോയിൻ ചെയ്യാതെ കണ്ണികൾ ഒരിക്കലും കുറക്കാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ കിടക്കുന്ന ഒരു കേസായിരുന്നു അത്. അപ്പോൾ ഇത് ഗിരീഷിന്റെ അടുത്ത് ഞാൻ പറയുകയും ചെയ്തു. ഗിരീഷ് പറഞ്ഞ കാര്യങ്ങളും ആ കേസ് ബണ്ടിലിനകത്ത് ഞാൻ വീക്ഷിച്ച കാര്യങ്ങളും എല്ലാം ശരി തന്നെയെന്ന് തോന്നി. അങ്ങനെ ആ കേസ് ഏറ്റെടുത്തു. എൻ്റെ ട്രയൽ തുടങ്ങി. വളരെ ആത്മവിശ്വാസത്തോട് തുടങ്ങിയ ഒരു ട്രയലായിരുന്നു. പക്ഷെ എൻ്റെ ജീവിതത്തിനെ മാറ്റിമറിച്ചൊരു ട്രയലും കൂടിയായിരുന്നു. ഇന്നിപ്പം ഗിരീഷിന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഗിരീഷിന് നഷ്ടപ്പെട്ട 10 വർഷം പോലെ തന്നെയാണ് എനിക്ക് എൻ്റെ കരിയർ തിരിച്ചു കിട്ടിയ കണക്ക് തന്നെയാണ്. കാരണം ഇത് ഒരുപാട് നാളും ഒരുപാട് സാക്ഷികളെയും വിസ്തരിക്കുന്ന വേളയിൽ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ ഈ വേളയിൽ പറയാൻ പാടില്ല എന്നുണ്ടെങ്കിൽ തന്നെയും അങ്ങനെ കുറേയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഗിരീഷിന് വേണ്ടി വരാൻ ആരുമില്ല. സാധാരണ ഒരാൾ കൊണ്ട് ഏൽപ്പിക്കുകയാണെങ്കിൽ അവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരെ സാക്ഷികളുടെ കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് കൊണ്ട് അന്വേഷിച്ച് തരുന്നതിനോ അയാളുടെ സാക്ഷികൾ ഇങ്ങനെയാണെന്നോ ഒക്കെ കാണിക്കാനായിട്ട് അവരുടെ കൂടെ വരുന്നവരോ അല്ലെങ്കിൽ ഈ ജാമ്യത്തിൽ നിൽക്കുന്ന പ്രതികളോ അവർ തന്നെ പോയി അതിന്റെ ഡീറ്റെയിൽസ് കൊണ്ടുവരികയാണ്. ഇത് ഗിരീഷ് ജയിലിൽ കിടക്കുകയായിരുന്നു. ജയിലിൽ കിടക്കുന്ന പറഞ്ഞാൽ പലവട്ടം ജാമ്യാപേക്ഷ മൂവ് ചെയ്തെങ്കിലും ഒരു ഹീനിയസ് ക്രൈം ആണെന്ന് കണ്ടുകൊണ്ട് ഒരിക്കലും ഗിരീഷിന് ജാമ്യം തന്നില്ല. അങ്ങനെ ഈ സാക്ഷികളെല്ലാം വിസ്തരിക്കുന്ന വേളയിൽ തന്നെ ഈ പല കോൾ റെക്കോർഡ്, അതായത് ഒരാളുടെ സയന്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് കളക്ട്, അതായത് നിയമപരമായിട്ട് ഈ പ്രതി അല്ലെങ്കിൽ നമ്മളൊരു മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് വെച്ച് അറിയാൻ പറ്റും നമ്മൾ എവിടെ നിൽപ്പുണ്ട്, ഏത് ടവറിന്റെ ലൊക്കേഷനിലാണ്. ഈ പറയുന്ന ആലീസ് മരണപ്പെട്ട വീട്ടിന്റെ ഏതെങ്കിലും ഭാഗത്ത് ഈ പറയുന്ന ദിവസങ്ങളിൽ ഈ പ്രതി ഉണ്ടായിരുന്നു എന്ന് സയന്റിഫിക് എവിഡൻസ് കളക്ട് ചെയ്യുകയോ അത് കൊണ്ടുവരികയോ ചെയ്തിട്ടില്ല. അതിൽ ഏറ്റവും മഹത്തായിട്ട് ഞാൻ ഹയർ